ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ വരയ്ക്കേണ്ടതായിട്ടുള്ള ഡ്രോയിങ് പാനൽഡ് ഡോറാണ്. ഓക്കെ, പാനൽഡ് ഡോറാണ് ഫസ്റ്റ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ ഈ ഡോറിന്റെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ ആണ് എലിവേഷനും. അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സെക്ഷൻസും ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പൊ ഇവിടെ 1-1 എന്ന് പറഞ്ഞിട്ടും 2-2 എന്ന് പറഞ്ഞിട്ടും സെക്ഷൻ കട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം ആ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. എലിവേഷനും ഇപ്പൊ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണോ കാണുന്നത് ആ രണ്ട് സെക്ഷൻസും നമ്മളിവിടെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ എന്തൊക്കെയാ കാര്യങ്ങൾ വരുന്നതെന്നുള്ള ജസ്റ്റ് നമുക്ക് നോക്കാം. പാനലിന്റെ ഡോറാണ്, പാനൽസ് വരുന്ന ഡോറാണ്. അപ്പോൾ ഡോർ എല്ലാവർക്കും അറിയാം, അതിന്റെ കമ്പോണൻസ് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോവാം. അപ്പം നമ്മുടെ ടോപ്പിൽ വരുന്ന ആ ഫ്രെയിമിന് പറയുന്ന ഹെഡ് ഫ്രെയിം എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ വെർട്ടിക്കലി ഉള്ള ആ ഫ്രെയിമിന് പറയുന്നത് അപ്രൈറ്റ്സ് എന്നാണ്. ഓക്കെ, വെർട്ടിക്കലി ഉള്ള ഫ്രെയിമിന് പറയുന്ന അപ്രൈറ്റ്സ് എന്നാണ്. ടോപ്പിൽ വരുന്ന ഹെഡ് ഫ്രെയിം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഹെഡ് ഫ്രെയിം നമുക്കറിയാം ആ വോളിന്റെ അകത്തേക്ക് അല്ലെ, ഇവിടെ വരുന്ന വോളിന്റെ അകത്തേക്ക് കയറി നിൽക്കണം. അപ്പൊ ആ കയറി നിൽക്കുന്ന പോർഷന് ഹോൺ എന്നാണ് പറയാ. അതുപോലെ തന്നെ ഈ അപ്രൈറ്റ്സും താഴോട്ടേക്ക് കുറച്ച് ഇറങ്ങി നിൽക്കും, ആ ഫ്ലോർ ലെവലിൽ നിന്ന് കുറച്ചും കൂടി ഇറങ്ങി നിൽക്കും. അതിന് ലെഗ് എന്നാണ് പറയാ, കയറി നിൽക്കുന്ന ആ ഒരു പോർഷനും. ഓക്കെ, ഇനി പാനൽഡ് ഡോറിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോർഷൻസും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള പോർഷൻസും ഉണ്ട്. അപ്പോൾ അതിന് രണ്ടിനും പറയുന്ന പേരുകൾ ഡിഫറെന്റ് ആണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ പാനൽസിന്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു പോർഷന് പറയുന്നത് റെയിൽസ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോർഷൻ ടോപ്പ് റെയിൽ, അതുപോലെ തന്നെ ഈ പാനൽ കഴിഞ്ഞിട്ട് മിഡ് റെയിൽ, ലോക്ക് വരുന്ന പോർഷനിൽ ലോക്ക് റെയിൽ, അതുപോലെ തന്നെ ഏറ്റവും ബോട്ടത്തിൽ കിക്ക് റെയിൽ. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിന് പറയുന്നത് റെയിൽ എന്നാണ്. ടോപ്പ് റെയിൽ, മിഡ് റെയിൽ, ലോക്ക് റെയിൽ, കിക്ക് റെയിൽ. അതുപോലെ തന്നെ വെർട്ടിക്കലി ഉള്ള ആ പാനൽസിന്റെ ഇടയ്ക്കുള്ള ആ ഒരു പോർഷന് പറയുന്നത് സ്റ്റൈൽ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പോർഷൻസ് ഒക്കെ സ്റ്റൈലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കാണാം ഇത് റൈറ്റ് സൈഡിലുള്ള റൈറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ലോക്കിനോട് ചേർന്ന് വരുന്ന പോർഷനിൽ ലോക്ക് സ്റ്റൈൽ, ലെഫ്റ്റ് സൈഡിൽ വരുന്ന ലെഫ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഇതൊക്കെ പാനൽസ് ആണ്, ഇതൊക്കെ പാനൽസ് ആണ്. ഓക്കെ, അപ്പം ഇതിൽ വരുന്നത് കട്ടില അല്ലെ, ആ ഫ്രെയിം ടോപ്പിൽ ഹെഡ് ഫ്രെയിം, അതുപോലെ അപ്രൈസ്, അതിൽ കയറി നിൽക്കുന്ന പോർഷൻ ഹോൺ ഹെഡ് ഫ്രെയിമിന്റെ, അതുപോലെ തന്നെ ഇവിടെ അപ്രൈസിൽ താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന ലെഗ് എന്ന് നമുക്ക് പറയാം. ബാക്കി നമുക്ക് ഈ പാനൽ ഡോറിൽ ആ പാനൽസിന്റെ ഇടയ്ക്ക് വരുന്ന പോർഷന് ഹൊറിസോണ്ടൽ പോർഷന് നമുക്ക് റെയിൽ എന്നും, അതുപോലെ തന്നെ വെർട്ടിക്കൽ പോർഷന് നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെയിം ചെയ്യാം. ഓക്കെ, ബാക്കി ഇതിന്റെ സൈസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രെയിമിനെയും ഡോറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹിഞ്ചസ് ഉണ്ട്. ഓക്കെ, ആ ഹിഞ്ചസ് അവിടെ വരുന്നത് കൊണ്ടാണ് നമുക്ക് തുറക്കാനും അടയ്ക്കാനൊക്കെ സാധിക്കുന്നത്. അപ്പൊ ഹിഞ്ചസ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കാണാം. അപ്പൊ നമുക്ക് ഡ്രോയിങ്ങിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ നമുക്ക് ഹിഞ്ചസ് കാണാൻ സാധിക്കില്ല ഡോർ അടച്ചു കഴിയുമ്പോൾ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഡോട്ടഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഡോട്ടഡ് ലൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തത് എന്നാൽ അവിടെ ഉണ്ട് താനും അങ്ങനെയുള്ള പോർഷന് നമുക്ക് ഡോട്ടഡ് ലൈനെ റെപ്രസെന്റ് ചെയ്യാം. അതാണ് ഇവിടെ ഹിഞ്ചസിനെ ഡോട്ടഡ് ലൈനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ വോളിന്റെ അകത്തേക്ക് കയറി നിൽക്കുന്ന കുറച്ച് എക്സ്ട്രാ പോർഷൻസ് വേറെയും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന പോർഷന് ഹോൾ ഫാസ്റ്റ് എന്നാണ് പറയുക. ഇങ്ങനെ കയറി നിൽക്കുന്ന ഹോൾ ഫാസ്റ്റ്. ഓക്കെ, വോളിന്റെ അകത്തേക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ട് അത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, വോളിന്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുന്നതാണ് ഹോൾ ഫാസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ട് ഡോറിന്റെ പാർട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ലോക്ക് പോർഷൻസ് കാണാം. ഇതിപ്പം മേലെ ലോക്ക് ചെയ്യുന്ന ടവർ ബോൾട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മളെ ഓടാമ്പൽ അതിന് പറയുന്ന അൾഡ്രോപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് മെയിൻ ആയിട്ട് ഡോറും അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്സും വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സെക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം. ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ഡിപ്ലോമയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത് ഈ ഫിഗറിൽ ഒരു കറക്ഷൻ ഉണ്ട്. അതായത് ഇവിടെ ഇപ്പം കട്ട് ചെയ്തിരിക്കുന്ന സെക്ഷൻ 1-1 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ ഇട്ടിരിക്കുന്ന കാണാം. ആ ഇട്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് നോക്കുമ്പോൾ ഈ ഡോറിന്റെയും ആ ഡോറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പോർഷനിലും ആ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ സെക്ഷനിൽ വരയ്ക്കുക. എന്നാൽ ശരിക്കും ആക്ച്വലി ഇവിടെ വരച്ചിരിക്കുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത്, ഈ ഫിഗറിലുള്ള സെക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴതാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് എലിവേഷൻ വരച്ചിട്ട്
ഈ സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഏരോ മാർക്ക് ടുവേർഡ്സ് റൈറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അതേപോലെ ഇവിടെ സെക്ഷൻ 2 കട്ട് ചെയ്തിരിക്കുന്നത് കറക്ഷൻ ഉണ്ട്. അതായത് ഇതിപ്പം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് താഴോട്ട് നോക്കുമ്പോൾ എന്താണോ ആ ഡോറിന്റെ അകത്തൊക്കെ ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കട്ട് ചെയ്തിരിക്കുന്ന സെക്ഷനുമായിട്ട് ആ ഡോറിനോട് ചേർന്ന് കിടക്കുന്ന പോർഷനിൽ എന്തൊക്കെയാണോ കാണുന്നത് അതൊക്കെയാണ് നമ്മൾ ഈ 2 എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഇത് പ്രകാരം ശരിക്കും കാണേണ്ടത്. എന്നാൽ ഇതിലും കറക്ഷൻ ഉണ്ട്. ശരിക്കും ഈ ഒരു ഏരോ മാർക്ക് വരേണ്ടത് മുകളിലോട്ടാണ്. ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ പ്രകാരമാണെങ്കിൽ മുകളിലോട്ടാണ് വരേണ്ടത്. അപ്പൊ അതൊന്നും ജസ്റ്റ് മാറ്റി വരച്ചാൽ മതി. അപ്പൊ സെക്ഷൻ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഇവിടുന്ന് കട്ട് ചെയ്ത് ടുവേർഡ്സ് റൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതിപ്പം ഇതിന്റെ മേലെ ഈ ഫ്രെയിമിന്റെ മേലെ എന്താ ശരിക്കും വരിക, ലിൻഡൽ വരും അല്ലെ. അപ്പൊ ലിൻഡൽ എന്ന് പറയുന്നത് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക, കോൺക്രീറ്റ് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഈ സെക്ഷനിൽ ഇവിടെ കോൺക്രീറ്റിന്റെ പോർഷൻ ആണ് ഈ പോർഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ലിൻഡൽ ഇതിന്റെ ഈ ഡോറിന്റെ അല്ലെങ്കിൽ ഈ ഫ്രെയിമിന്റെ നേരെ മേലെയായിട്ട് ലിൻഡലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് കോൺക്രീറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലിൻഡൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇനി അതിന്റെ മേലെ ലിൻഡലിന്റെ മേലെ എന്താ വരിക, ലിൻഡലിന്റെ മേലെ ബ്രിക്ക് വർക്ക് ആണ് വരിക, വോളാണ്. അപ്പം വോളിന്റെ നമ്മൾ സിമ്പിൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. അതായത് ഡബിൾ ലൈൻ സ്പേസ് ഡബിൾ ലൈൻ അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വോൾ ആണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. അപ്പം കട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഇപ്പം വോളിലൂടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കട്ട് ചെയ്തിട്ടുള്ള വോളിന്റെ സെക്ഷൻ ആ മെറ്റീരിയൽ എങ്ങനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അത് കാണിച്ചു. അതിന്റെ താഴെയായിട്ട് ലിൻഡൽ കാണിച്ചു. അതിന്റെ താഴെയാണ് നമ്മുടെ ഹെഡ് ഫ്രെയിം വരുന്നത്. അപ്പൊ ഹെഡ് ഫ്രെയിം കട്ട് ആകുമ്പോൾ ഇത് വുഡ് ആണെന്ന് ഓൾറെഡി അറിയാം. അപ്പം വുഡ് ആകുമ്പോൾ വുഡിന്റെ റെപ്രസെന്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് ഇത് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് കട്ട് ചെയ്ത് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റെയിൽ പോർഷൻ, റെയിലാണ്. അപ്പൊ റെയിലിന്റെ പോർഷൻ കാണാം. അതിനുശേഷം താഴോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഈ പാനലാണ്, പാനൽ ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് വന്നു, പിന്നെ സ്ട്രെയിറ്റ് ഇവിടെ വരുമ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട്. ഓക്കെ, അതിനുശേഷം മിഡ് റെയിലാണ് കട്ടാവുന്നത്. അതൊക്കെ കട്ടാവുന്നത് കൊണ്ട് തന്നെ ഡോർ കട്ടാവുന്നുണ്ട്. ആ ഡോറിന്റെ പോർഷൻസ് എല്ലാം ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ആ വുഡിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ കാണിക്കണം. ഓക്കെ, ബാക്കി താഴോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോക്ക് റെയിൽ വരും. ലോക്ക് റെയിൽ വന്നതിന് ശേഷം വീണ്ടും പാനൽ വരും. ഓക്കെ, പാനൽ വന്നതിന് ശേഷം കിക്ക് റെയിൽ വരും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ സെക്ഷൻ കട്ട് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് കാണുന്ന കാര്യങ്ങൾ. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കട്ട് ആവുന്നത് ഈ ഡോറിന്റെ പാനൽസും കാര്യങ്ങളിലാണ്. ഇനി നമുക്കിവിടെ അല്ലാതെ ഇപ്പം ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ എലിവേഷനിൽ കാണുന്ന പോലെ ഇവിടെ കാണുന്നത് ഈ ഡോറിന്റെ അപ്രൈറ്റ്സ് ആണ്. അതായത് ഈ കട്ടിലേന്റെ പോർഷൻ ആണ് കാണുന്നത്. അതിലൂടെ കട്ട് ആവാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ ആ ടിമ്പറിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ആ വുഡിന്റെ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുക്കാത്തത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വോളിന്റെ, ഇപ്പൊ നമ്മൾ ഡോർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡിലായിട്ട് വോളിന്റെ പോർഷൻ എലിവേഷൻ പോലെ നിങ്ങൾക്ക് കാണാം. അത് കട്ടാവുന്നില്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് നമ്മളത് ഉള്ളിലൊന്നും റെപ്രസെന്റേഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ സെക്ഷൻ 1 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ഏരോ മാർക്ക് ഒന്ന് മാറ്റി വരച്ചാൽ മതി. കാരണം ഇത് കറക്റ്റ് അല്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് നമുക്ക് ഇങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ ലോക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലെ. ഇവിടെ നമുക്ക് ലോക്കിന്റെ ആ ഒരു പോർഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ലോക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കുന്നത് ഇവിടുന്ന് ടുവേർഡ്സ് റൈറ്റ് ആണ് നോക്കുന്നത്. അപ്പൊ ഏരോ മാർക്ക് ഒന്ന് മാറ്റിയിട്ടാൽ മതി, ബാക്കി ഇതുപോലെ തന്നെ നോക്കി വരച്ചാൽ മതി. അതിനുശേഷം ഇവിടെ നമുക്ക് അടുത്തൊരു സെക്ഷൻ കാണാം, സെക്ഷൻ 2 കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ 2 എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ ഏരോ മാർക്ക് മുകളിലേക്കാണ് വരേണ്ടത്. കാരണം ഇവിടെ നമുക്ക് ഈ ഡോറിന്റെ അൾഡ്രോപ്പ് ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ സെക്ഷൻ മുകളിലേക്കാണെങ്കിലാണ് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ അതും ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചാൽ മതി. അപ്പൊ ഇവിടെ ഈ കട്ട് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ അപ്രൈറ്റ്സിന്റെ, അതായത് ഈ കട്ടിലേന്റെ രണ്ട് സൈഡിലായിട്ട് വോളാണ് വരുന്നത്. അപ്പം അത് കട്ടാവുന്നത് കൊണ്ടാണ് ആ വോളിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, വോൾ തിക്നെസ് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് 200 mm അല്ലെങ്കിൽ 20 cm ആണ്. അപ്പൊ ഇവിടെ ഡ്രോയിങ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഡയമെൻഷൻ മില്ലിമീറ്റേഴ്സിലാണ് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന ഡയമെൻഷൻസ് ഒക്കെ മില്ലിമീറ്റേഴ്സ് ആണ്. അപ്പം ഡ്രോയിങ്ങിൽ നിങ്ങൾ ആ ഡ്രോയിങ് വരച്ചിട്ടുള്ള ഷീറ്റിൽ നിങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് എഴുതാം, താഴെയായിട്ട് ആ ടൈറ്റിൽ ബ്ലോക്കിന്റെ ജസ്റ്റ് മേലെയായിട്ട് നിങ്ങൾക്ക് എഴുതാം ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്റേഴ്സ് എഴുതാം. നിങ്ങൾ ഏത് ഡയമെൻഷനിലാണോ വരയ്ക്കുന്നത്, ആ ഏത് ഇതിലാണ് യൂണിറ്റിലാണോ വരയ്ക്കുന്നത്, ആ യൂണിറ്റ് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. ഇപ്പൊ സെന്റിമീറ്റേഴ്സിലാണെങ്കിൽ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ സെന്റിമീറ്റേഴ്സ്. എല്ലാ ഡ്രോയിങ്ങിലും നിർബന്ധമായിട്ടും അത് വന്നിരിക്കണം. മില്ലിമീറ്റേഴ്സ്, സെന്റിമീറ്റേഴ്സ്, ഏത് ഇതിലാണ് യൂണിറ്റിലാണ് നിങ്ങൾ വരയ്ക്കുന്നത് അത് നിർബന്ധമായിട്ടും അതിൽ വന്നിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഈ സെക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ വോളാണ് വരുന്നത്, വോളിന്റെ ബ്രിക്ക് വർക്ക് ആണ്, അതിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ
പിന്നെ ഇതിന്റെ സൈഡിലുള്ള പ്ലാസ്റ്ററിങ്ങിന്റെ പോർഷൻ, പ്ലാസ്റ്ററിങ് ഇവിടെയും നമുക്ക് കാണാം. പ്ലാസ്റ്ററിങ് പറഞ്ഞിരുന്നു ജസ്റ്റ് തന്നെ ആ ഒരു ഷീറ്റിൽ നോക്കിയാൽ റെപ്രസെന്റ് ചെയ്യാം. ജസ്റ്റ് ഡോട്ട് ഡോട്ട് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ജസ്റ്റ് ഡോട്ട് ഡോട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഈ വാളിന്റെ അപ്രൈറ്റ്സിലേക്ക് വന്നു, ഡോറിന്റെ അപ്രൈറ്റ്സിലേക്ക് വന്നു. അപ്പൊ അത് ടിമ്പറിന്റെ റെപ്രസെന്റേഷൻ ആണ്. പിന്നെ ഇവിടെ സ്റ്റൈൽ കട്ടായി. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ. പിന്നെ ഇവിടെ പാനലിലേക്ക് കയറി, പാനൽ പോർഷൻ വന്നു. ഇവിടെ നമുക്ക് ലോക്കും കാര്യങ്ങളൊക്കെ എലിവേഷനിൽ കാണുന്ന പോലെയാണ് കാണുന്നത്. എന്നാൽ കട്ടാവുന്നത് ഈ ഒരു പോർഷൻ ലോക്ക് സ്റ്റൈലാണ് കട്ടാവുന്നത്. അതിനുശേഷം ഇവിടെ വീണ്ടും പാനൽ, അതുപോലെ ഇവിടെ റൈറ്റ് സ്റ്റൈൽ കട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അപ്രൈറ്റ്സ്, പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള വോൾ. ഓക്കെ, വോൾ അതിന്റെ പ്ലാസ്റ്ററിങ് കാണും. അപ്പം അതിനനുസരിച്ചുള്ള റെപ്രസെന്റേഷൻ, ടിമ്പർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വോൾ ആണെങ്കിൽ, അതായത് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പൊ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ബാക്കി ഇതിൻ്റെ അകത്ത് എലിവേഷൻ സെക്ഷൻ 1, സെക്ഷൻ 2, അതുപോലെ പാനൽ ഡോറിനൊക്കെ ഇതിനകത്ത് ഹെഡിങ്സ് എഴുതണം. ഓക്കെ, ബാക്കി എല്ലാ ഡയമെൻഷൻസും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. MM-ലാണ്, മില്ലിമീറ്റേഴ്സിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. അപ്പൊ അത് നോക്കിയിട്ട് അതുപോലെ തന്നെ പ്രോപ്പർ ഒരു സ്കെയിൽ സെലക്ട് ചെയ്തിട്ട് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾസ് ആണ്. ഇത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് വരയ്ക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സിംബോളിക് ആയിട്ട് നമ്മൾ ഡ്രോയിങ്ങിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പം അധികവും നമ്മൾ ആ സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഏത് മെറ്റീരിയൽ ആണ് ആ ഒരു പർട്ടിക്കുലർ ഡ്രോയിങ്ങിൽ വരുന്നത് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള സൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ബാക്കി ഈ ഡീറ്റെയിൽസ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ബ്രിക്കിന്റെ വർക്ക് വരുന്നത്, അതായത് ബ്രിക്ക് മാസൺട്രി കാര്യങ്ങളൊക്കെ വരുമ്പം ഈ രീതിയിലുള്ള സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഡബിൾ ലൈൻ, പിന്നെ കുറച്ച് സ്പേസ്, ഡബിൾ ലൈൻ, അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ കുറച്ച് ചേരിച്ചിട്ടാണ് നമ്മൾ ബ്രിക്കിന്റെ, അതായത് ഇപ്പൊ മെറ്റീരിയൽ ബ്രിക്ക് ആണെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് RCC. ഓക്കെ, RCC അല്ലെങ്കിൽ കോൺക്രീറ്റ്. ഓക്കെ, അപ്പൊ രണ്ടും ഒരുപോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഡോട്ട് ഡോട്ട് ഇപ്പം കുത്തായിട്ട് ഇടണം. അതിൻ്റെ അകത്ത് ട്രയാങ്കിളിൻ്റെതും കാണിക്കണം. ഓക്കെ, ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കാണാം ഇവിടെ, ട്രയാങ്കിൾസും അതിൻ്റെ അകത്ത് ഡോട്ട് ഡോട്ട്. അപ്പൊ ആ രീതിയിൽ വേണം കോൺക്രീറ്റ് വരുന്ന സ്ഥലത്തൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ. ആ ട്രയാങ്കിൾ എടുത്ത് കാണിക്കണം, ട്രയാങ്കിൾ ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ജസ്റ്റ് കുത്തു മാത്രം ഇടുവാണെങ്കിൽ അതിന് റെപ്രസെന്റേഷൻ മാറും. അപ്പോൾ ട്രയാങ്കിളും കൂടി ഇട്ടിട്ട് വേണം കോൺക്രീറ്റിന്റെ കേസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അതുപോലെ മെയിൻ ആയിട്ട് നമുക്ക് ഫൗണ്ടേഷന്റെ കേസ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഇപ്പം റാൻഡറബിൾ മാസൺട്രി, സ്റ്റോൺ മാസൺട്രി ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഇപ്പം ഞാനിവിടെ കേസർ വെച്ചിരിക്കുന്ന, അതായത് കാസ്റ്റ് സ്റ്റോൺ അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ വരുന്ന റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ലൈൻ, പിന്നെ ഡോട്ടർ ലൈൻ, ഡോട്ടർ ലൈൻ, ആ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ് കൊടുക്കേണ്ടത്. അല്ലാതെ വേറൊരു റെപ്രസെന്റേഷനും കൂടെ ഉണ്ട്, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിൽ പറയുന്നത് ഈ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ്. അതായത് ഡോട്ടർ ലൈൻ, ഡോട്ടർ ലൈൻ അത് ചേരിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു റെപ്രസെന്റേഷൻ ആണ് മെയിൻ ആയിട്ട് സ്റ്റോൺ വർക്കുകൾ വരുന്നതിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പം വുഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വുഡിന്റെ ഒക്കെ കേസിൽ ഈ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന രീതിയിലുള്ള ആ ഒരു റെപ്രസെന്റേഷൻ ആണ് വുഡൊക്കെ വരുന്ന കേസിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ വിൻഡോസും ഡോർസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷൻ വേണം കൊടുക്കാൻ. അതുപോലെ ഗ്ലാസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെറിയ സ്പേസിങ് വരുന്ന രീതിയിലുള്ള ലൈൻസ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് റെപ്രസെന്റേഷൻസ്. ബാക്കിയുള്ള റെപ്രസെന്റേഷൻസ് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് നോക്കിയിട്ട് നമുക്ക് ഇടാം. ഓക്കെ.